അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് എന്നാൽ കൺഫ്യൂഷനൊന്നും വേണ്ട, ഞാൻ തന്നെ മുന്നിൽ നടന്നേക്കാം, നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ മതി എന്നും പറഞ്ഞ് കുക്ക് മുന്നിൽ നടപ്പായി. അവിടുന്ന് കുറച്ച് നടന്നപ്പോൾ തന്നെ നമ്മൾ ഫ്രഞ്ച് കാന്യനിൽ എത്തി കേട്ടോ. കാട്ടിലൂടെ ഇങ്ങനെ നടന്ന് വെള്ളച്ചാട്ടമൊക്കെ കാണാന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ എത്തിയതെങ്കിലും ഇവിടെ എത്തിയപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിലൊന്നും വെള്ളമില്ല. പക്ഷെ ഞങ്ങൾ അത്ര ഡിസപ്പോയിന്റഡ് ഒന്നുമല്ല, കാരണം അവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഇത് പെട്ടെന്ന് എത്തിയതുകൊണ്ട് മൊത്തത്തിലുള്ള നടത്തം നല്ല രസമുള്ളതുകൊണ്ട് ഞങ്ങൾ അടുത്ത കാന്യോൺ കാണാൻ വേണ്ടിയിട്ട് പിന്നെയും നടത്താൻ തുടങ്ങി. പക്ഷെ അവിടെ എന്റെ കണക്കുകൂട്ടലുകൾ വീണ്ടും തെറ്റി. ഇത് നടന്നിട്ട് തീരുന്നില്ല. ഇത് നമ്മൾ താഴ്ന്നു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇവിടെ ഇങ്ങനെ മുകളിൽ ഇപ്പം ഇങ്ങ് എത്തുന്നതായിരിക്കും. നമ്മളിങ്ങനെ എത്തി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നാം പിന്നെയും മുകളിലേക്ക് കയറാൻ വേണ്ടി സ്റ്റെപ്സ്. അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി അടുത്ത കയറ്റം കയറിയാൽ മതിയെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കയറിയത്. ചില സ്ഥലത്ത് വുഡിന്റെ സ്റ്റെയർ കേസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിൽ ചില ഏരിയയിലൊക്കെ ഇരിക്കാനുള്ളൊരു ബെഞ്ച് പോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. ഇത്രയും ദൂരം നടന്ന് കുന്നൊക്കെ കയറിയെങ്കിലും നമ്മൾ അത്രയും അങ്ങോട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കൊരു ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ആയിരുന്നു ഇവിടെ ഫുൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സമയത്ത്. ആ ടയേർഡ്നെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് കളിച്ച് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ആസ്വദിച്ച് കാണാനും പോകാനും ഒക്കെ പറ്റി. പക്ഷെ മോൾ ഇത്രയും നടക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൾ നല്ല ഹാപ്പിയായി ഓടിച്ചാടി അവിടെയെല്ലാം നടക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എടുത്ത് നടക്കേണ്ടി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ഇതിപ്പോൾ അവൾ എടുക്കാൻ പറയുന്നതല്ല കേട്ടോ. അവൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഒരു കളിയുണ്ട്, അവൾ അവിടുന്ന് ചാടും, നമ്മളിങ്ങനെ എടുക്കണം. ബാക്കി സമയത്തൊക്കെ അവൾ നല്ല കുട്ടിയായിട്ട് നടന്നു, ഞാൻ പോലും ഞെട്ടിപ്പോയി. അങ്ങനെ ഞങ്ങൾ വൈൽഡ് കാറ്റ് കാനിയനിലേക്ക് എത്തി കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ വ്യൂ പോയിന്റ്. ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ആ വ്യൂ ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. നേരിട്ട് കാണുമ്പോൾ ആ ഭംഗി വീഡിയോയിൽ പകർത്താൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും ആ വൈബൊക്കെ ഒരു വേറെ തന്നെയായിരുന്നു. വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നെങ്കിൽ സംഭവം ഒന്നും കൂടി അടിപൊളിയായതിനെന്ന് തോന്നി. നമ്മൾ വന്ന വഴിയല്ലാതെ വേറെ വഴിയിലൂടെ താഴത്തേക്ക് ഇറങ്ങി നമ്മൾ ഇതിൻ്റെ തന്നെ താഴെ പോയിട്ട് നമ്മൾ ഇതിൻ്റെ വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. നമ്മളതിൻ്റെ വീഡിയോ എടുത്തില്ല തോന്നുന്നു, ഫോട്ടോസ് എടുത്തു അവിടുന്ന് കുറച്ച്. നല്ല രസമുണ്ടായിരുന്നു. തിരിച്ച് നടക്കുമ്പോൾ നദിക്കര വഴിയാണ് നടന്നത്. അപ്പോൾ നമ്മൾ നദീൻ്റെ അവിടെ കുറച്ചേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ചു വന്നു.